നമസ്തേ. ആചാരത്തിൻ്റെ പേരിൽ അനാചാരം നടത്താൻ പ്രേരിപ്പിക്കുകയാണ് ഒരു വിഭാഗം. ഞാൻ 30-ാം തീയതി ശിവഗിരിയിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോയിരുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു പെൺകുട്ടി ചുരിദാർ അണിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അവിടെ 2 മണിക്കൂറോളം തനിച്ച് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഷർട്ട് ഇട്ടിട്ട് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ കടന്നുകൂടാത്തത്? ചുരിദാർ അണിഞ്ഞിട്ട് എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചുകൂടാ? ആരാണ് ഈ നിയമം ഉണ്ടാക്കിയത്? ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടോ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ചുരുങ്ങിയത് 5000 ഉണ്ടെങ്കിലും വിറ്റഴിക്കുന്നു ഇവരൊക്കെ നടത്തുന്ന ഈ കൊള്ളക്കച്ചവടമാണ്. കൈക്കുഞ്ഞിന് പോലും മുണ്ട് അണിയിച്ചിട്ട് മാത്രമേ ഉള്ളിൽ കടത്താൻ സമ്മതിക്കുകയുള്ളൂ. ഈ പകൽ കൊള്ള അവസാനിപ്പിക്കണം. ഏതെങ്കിലും ഒരു നിയമം ഈ രാജ്യത്തിലുണ്ടെങ്കിൽ ഈ പകൽക്കൊള്ളയെ അവസാനിപ്പിക്കണം. ആചാരമാണ്, അത് നടപ്പാക്കണം എന്ന് പറയുന്നവർ ഓർക്കണം, കരുതിയിരിക്കണം. പണ്ട് സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാതെ മാറുമറക്കാൻ സമ്മതിക്കാതെ നടത്തിയവരാണ് നിങ്ങൾ. അത് വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു ആന്തരികമായ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളിത് അടിമത്തം പോലെയുള്ള ആചാരം നടപ്പാക്കരുത്. നിർത്തിവെക്കണം. ഏതെങ്കിലും അധികാരമുള്ള ഒരു സ്ഥാപനം, ഹൈക്കോടതിയോ സർക്കാരോ മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ ഏത് ആയാലും ചുരിദാർ ഇട്ടിട്ട് ക്ഷേത്രത്തിൽ പോകാൻ ഒരു തടസ്സവുമില്ല. ഒരു ഈശ്വരനും അതിന് പറയുന്നില്ല. പാൻറ്റോ ഷർട്ട് ഇട്ടിട്ടോ ക്ഷേത്രത്തിൽ പോകരുതെന്ന് ഒരു ഈശ്വരനും പറയുന്നില്ല. ആർക്കാണ്? ജന്തുക്കളായ മനുഷ്യർക്കാണ് ഇത് സഹിക്കാത്തത്. അതുകൊണ്ട് അവരെ അങ്ങനെ ഈ ആചാരങ്ങൾ നടപ്പാക്കണമെന്ന് പറയുന്ന പഴയ തരത്തിലുള്ള ഈ ആചാരങ്ങൾ മാറുമറക്കാൻ സ്ത്രീകളെ അനുവദിക്കാതിരുന്ന ആ വിഭാഗത്തിനെ തൂക്കിലേറ്റണം. അതാണ് വേണ്ടത്. നിയമം എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ടിട്ടുകൊണ്ട് പുരുഷന് കടന്നു ചെല്ലാൻ അവകാശം വെക്കണം. അല്ലാത്ത ക്ഷേത്രങ്ങൾ അടച്ചു പൂട്ടണം. വേണ്ട. വിഷ്ണുവിനെ മുൻനിർത്തി തന്നെയാണ് ഞാൻ പറയുന്നത്. ക്ഷേത്രം അവിടെ പുരുഷന്മാർക്ക് ഷർട്ടും സ്ത്രീകൾക്കും ചുരിദാറും അണിഞ്ഞിട്ട് കടക്കാൻ പാടില്ലെങ്കിൽ ആ ക്ഷേത്രം അടച്ചു പൂട്ടണം. അതാണ് വേണ്ടത്. അത് നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സർക്കാരോ കോടതിയോ ഒന്നും ഇവിടെ വേണ്ട. അതാണ് വേണ്ടത്. ആ ആചാരങ്ങൾ അതേപോലെ നടപ്പാക്കണം എന്ന് പറയുന്നവരെ തൂക്കിലേറ്റണം. നിർബന്ധമായും അവരെ ആ പഴയ ദുരാചാരം കൊണ്ടുവരണം എന്നുള്ള മോഹമാണ് മനസ്സിനുള്ളത്. സ്ത്രീകൾക്ക് മറക്കാൻ അനുവദിക്കാതിരുന്ന ആ കാലഘട്ടത്തിലെ ആചാരം വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ഇത് നിങ്ങളെല്ലാവരും ജനങ്ങളൊക്കെ അണിനിരക്കണം. അതിന് വേണ്ടിയിട്ട് നേരെ മര്യാദയ്ക്ക് പരിശുദ്ധമായ വസ്ത്രവും അണിഞ്ഞ് ക്ഷേത്രത്തിൽ പോകുന്നതിന് അനുവദിക്കാത്ത, ഉള്ളിൽ കടക്കാൻ സമ്മതിക്കാത്ത ഒരു ക്ഷേത്രവും തുറക്കരുത്. അതിലേക്ക് ആരും പ്രവേശിക്കരുത്. അടച്ചുപൂട്ടണം. ഞാൻ വിഷ്ണുവിനെ മുൻനിർത്തിയാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രം അടച്ചുപൂട്ടണം. ആർക്കെങ്കിലും കഴിയുമോ? അടച്ചുപൂട്ടാൻ ഉത്തരവിടണം. ഇല്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യണം. അതത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
മറ്റ് കാര്യങ്ങൾ പിന്നീട് പറയും. ഇത് നിങ്ങളെല്ലാവരിലും എത്തിക്കണം, ജനങ്ങൾ സംഘടിച്ച് വരണം. ഞാൻ ഇവിടെ ഇത് പറയുന്നത് പ്രത്യേകിച്ചും ശിവഗിരിയിൽ സ്വാമിയും മറ്റാരോ ആയിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ സംഗതി പത്രത്തിൽ കണ്ടതുകൊണ്ടാണ്. ഞാനിത് നേരിട്ട് കണ്ടതാണ്. ശിവഗിരിയിലുള്ള ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഈ അനാചാരങ്ങളെയൊക്കെ തൂത്തെറിയാൻ പറയുന്ന ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിവഗിരിയിലുള്ള ആ സംഘടന ഇത് മുഴുവനാളെയും, ഞാനീ പറയുന്നത് മുഴുവനാളെയും അറിയിക്കണം, സംഘടിക്കണം. കുപ്പായം വൃത്തിയിലുള്ള കുപ്പായം ഇട്ടിട്ട് എന്താണ് ശരീരത്തിലുള്ള വേർപ്പ് മുഴുവൻ ആൾക്കും കൊടുക്കണമെന്നാണോ? എന്തിനാണിത്? അതുകൊണ്ട് നിർബന്ധമായും ഇത് ഇങ്ങനെ ക്ഷേത്രത്തിൽ ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് പോകുന്ന ക്ഷേത്രങ്ങൾ മാത്രം തുറന്നാൽ മതി. ചുരിദാർ അണിഞ്ഞു പോകുന്ന സ്ത്രീകളെ കടത്താൻ പറ്റാത്ത ക്ഷേത്രങ്ങൾ തുറക്കാൻ പാടില്ല, അടച്ചു പൂട്ടണം. പ്രവേശനം വേണ്ട ആർക്കും. ഞാൻ പറയുന്നത് വിഷ്ണുവിനെ മുൻനിർത്തിയിട്ടാണ്. വിഷ്ണുവിൻ്റെ ക്ഷേത്രം അടച്ചു പൂട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഒരു ഈശ്വരനും വസ്ത്രമിട്ടുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ടില്ല. സങ്കുചിത ബുദ്ധി, കൂരിരുട്ടുള്ള മനസ്സിൽ ബുദ്ധിയും കൂരിരുട്ടായ ബുദ്ധിയുള്ളവരാണ് മാത്രമാണ് അത് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ ഏതെങ്കിലും നിയമം നടപ്പാക്കുന്ന സ്ഥാപനമുണ്ടെങ്കിൽ അത് നടപ്പാക്കണം. ക്ഷേത്രം അടച്ചു പൂട്ടണം, അല്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യണം. അതിനായി ശിവഗിരി സമിതി ഇതിന് എൻ്റെ പേരിൽ തന്നെ പറഞ്ഞോളൂ. ഞാൻ ആരാണെന്നറിയണമെങ്കിൽ ഇതേവരെ ചെയ്യാത്ത ഒരു സംഗതി, ഭഗവത്ഗീതയിലെ മുഴുവൻ ശ്ലോകത്തിനും ഇംഗ്ലീഷ് ചെയ്തു. നേരിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ് എടുക്കേണ്ട കാര്യത്തിൽ അത് യൂട്യൂബിൽ ക്ലാസ് എടുത്തു നോക്കിയാൽ മതി. ഉത്തമൻ KM എന്നടിച്ചാൽ കിട്ടും. UTHAMAN KM അടിച്ചാൽ കിട്ടും. അത് സബ്സ്ക്രൈബ് ചെയ്താൽ അതിലുള്ള മുഴുവനും. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം ഞാൻ അതിൻ്റെ ആശയത്തോടുകൂടി അവസാനം പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പുറത്തു വരാത്ത സംസ്കൃത കീർത്തനങ്ങൾ ഒരുവിധമൊക്കെ ഞാൻ യൂട്യൂബിൽ ആലപിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി അടുത്തതായി എനിക്ക് ആത്മോപദേശ ശതകം നല്ല ഇംഗ്ലീഷിലടക്കം ആശയം നൽകണം എന്നാണ് എൻ്റെ ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാ സഹായം വേണം. ഇത് ആദ്യം നടപ്പാക്കണം. ഇത് നടപ്പാക്കാതെ നമ്മുടെ നാട്ടിലൊരു ക്ഷേത്രം വേണ്ട, അങ്ങനെ അടച്ചു പൂട്ടണം. അതാണ് ഞാൻ പറയുന്നത്. ഇത് വെറും മനസ്സും ബുദ്ധിയും കൂരിരുട്ടുള്ളവരാണ് ഈ പഴയ ആചാരം നടപ്പാക്കണം. അതായത് പണ്ട് സ്ത്രീകൾ പോലും സ്ത്രീകൾക്ക് മറക്കാൻ പോലും അനുവദിക്കാതിരുന്ന അതുപോലെയുള്ള ആചാരം. പുരുഷർ ഷർട്ടിട്ടിട്ട് ക്ഷേത്രത്തിൽ കടന്നാൽ എന്താ വന്നു പോവുക? സ്ത്രീകൾ ചുരിദാറിട്ടിട്ട് കിടന്നാൽ എന്താ വന്നു പോവുക? ആർക്കാ പ്രശ്നം? ഈ കച്ചവടം നിർത്തണം. എന്ത് തന്നെയായാലും നിർത്തണം. അത് അങ്ങനെ കടക്കാൻ സമ്മതിക്കാത്ത ക്ഷേത്രം നിർബന്ധമായും അടച്ച് പൂട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേരിൽ തന്നെ നിങ്ങളിത് പത്രത്തിൽ കൊടുക്കണം, എല്ലാവരും അതറിയണം എന്നാണ് ഞാൻ പറയുന്നത്. നമസ്തേ. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവരും എടുക്കണം. ഞാൻ ചെയ്യുന്ന ശ്രീനാരായണ എല്ലാം കൂടി നിങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ട്. എനിക്ക് വെറുതെ പറയലല്ല, ഇംഗ്ലീഷിൽ പറയേണ്ടതൊക്കെ ഇംഗ്ലീഷിലും കൂടി പറയണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ തരണം. നിങ്ങളെല്ലാവരും ശിവഗിരിയിൽ വന്ന തീർത്ഥാടകരെല്ലാം എല്ലാവരും വരുന്നവരൊക്കെ ഇത് യൂട്യൂബിലെടുത്ത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.